കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റത്തിന്റെ സൂചനകളാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മുഴങ്ങിക്കേൾക്കുന്നത്. പതിറ്റാണ്ടുകളായി LDFും UDFും മാറി മാറി ഭരിച്ച് വികസനം മുരടിപ്പിലാക്കിയ കേരളത്തിൽ ഇത്തവണ ഒരു മൂന്നാം ബദലല്ല, മറിച്ച് വികസനത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖം കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ കാറ്റിന്റെ വ്യക്തമായ തെളിവാണ്. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് നിതിൻ നബിൻ നടത്തിയ പരാമർശങ്ങൾ ഏറെ പ്രസക്തമാണ്. LDFും UDFും തമ്മിൽ കാലങ്ങളായി തുടരുന്ന മാച്ച് ഫിക്സിംഗ് ഇത്തവണ അവസാനിക്കുമെന്നാണ് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരസ്പരം പഴിചാരുകയും അധികാരത്തിൽ വരുമ്പോൾ മുൻ സർക്കാരുകളുടെ അഴിമതികൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് മുന്നണികളും കേരളത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ തിരിച്ചറിവാണ് ഇത്തവണ BJPക്ക് അനുകൂലമായി മാറാൻ പോകുന്നത്. ഒരു കാലത്ത് വെറും 2% വോട്ട് വിഹിതം ഉണ്ടായിരുന്ന BJP ഇന്ന് കേരളത്തിൽ 20% ഉയർന്നത് നിസ്സാരമായ ഒരു വളർച്ചയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളും ദീർഘവീക്ഷണവുമുള്ള ഭരണവും കേരളത്തിലെ സാധാരണക്കാരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പാർട്ടി കൈവരിച്ച മുന്നേറ്റം BJPക്ക് കേരളത്തിൽ വ്യക്തമായ ഭരണ സാധ്യതയുണ്ടെന്ന് അടിവരയിടുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ഈ വളർച്ചയുടെ ആദ്യപടിയായിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുവാനുള്ള അവസരമാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോകോത്തര സാമ്പത്തിക ശക്തിയാക്കി വളർത്താനുള്ള വികസിത കേരളം എന്ന പ്രകടന പത്രിക BJPയുടെ വികസന രാഷ്ട്രീയത്തിന്റെ നട്ടെല്ലാണ്. വെറും വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രായോഗികമായ വികസന പദ്ധതികളാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ എയിംസ് സ്ഥാപിക്കുമെന്ന ഉറപ്പും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന യാത്രാ സൗകര്യവും പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളും സ്ത്രീകൾക്കായി റീചാർജ് ചെയ്യാവുന്ന ക്ഷേമ കാർഡുകളും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ LPG സിലിണ്ടറുകളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ജനക്ഷേമം മുന്നിൽ കണ്ടുള്ളതാണ്. ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിൽ കേരളം കണ്ടത് അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ്. മിക്ക മണ്ഡലങ്ങളിലും നടന്ന ശക്തമായ ത്രികോണ മത്സരം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്നാണ്. മെയ് 4 ഫലപ്രഖ്യാപനം വരുമ്പോൾ അത് കേവലം ഒരു മുന്നണിയുടെ വിജയമായിരിക്കില്ല, മറിച്ച് കാലഹരണപ്പെട്ട രാഷ്ട്രീയത്തിൽ നിന്നുള്ള കേരളത്തിന്റെ മോചനമായിരിക്കും. അഴിമതിരഹിതവും വികസനോത്മുഖവുമായ ഒരു പുതിയ കേരളത്തിനായി BJPയുടെ കരുത്തുറ്റ സാന്നിധ്യം അനിവാര്യമാണ്. വരാനിരിക്കുന്ന ഫലം അത് തെളിയിക്കുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്.